എല്ലാവരും ഒരു ഓണത്തിൻ്റെ വൈബിലായിരിക്കും അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ റിലേറ്റീവ്സിൻ്റെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ എടുക്കുവാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിലും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. ചില കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ കുടുംബങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അസുഖമായിട്ട് കിടക്കുന്ന വീട്ടുകാരുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഓണവും വിഷുവൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നൊരു നിമിഷങ്ങളാണ്. പക്ഷേ ഓണം വരും, ഓണം പോകും, അതെല്ലാം അതിൻ്റെ രീതിക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഏതെങ്കിലും രീതിയിൽ അല്പമെങ്കിലും സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമല്ലോ, അതാണല്ലോ ജീവിതം, നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ പല ബ്ലോഗിലും പറഞ്ഞിട്ടുണ്ട് മദേഴ്സ് ചാരിറ്റിയെ പറ്റിയിട്ട്. ഇവിടെ UK മദേഴ്സ് ചാരിറ്റി 11 വർഷമായി രജിസ്റ്റേർഡ് ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പം ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ, റമദാൻ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് ചെയ്യാറുണ്ട്. അപ്പം ഈ വർഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓണമായിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഓണത്തിൻ്റെ കിറ്റ്, അവർക്ക് എന്താണോ ആവശ്യം, ഒരു ഓണത്തിൻ്റെ അന്ന് അവർക്ക് സദ്യ വെക്കാനായിട്ടുള്ള ഒരു കിറ്റും, അതുപോലെ തന്നെ ഓണം വരുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ഡ്രസ്സ് ഇടാനല്ലേ, അങ്ങനെ ആ ഒരു ഡ്രസ്സ് അവർക്ക് ഇടണമെന്ന് ആഗ്രഹിച്ചിട്ടും അവർക്കത് വാങ്ങിക്കാൻ പറ്റാത്ത കുടുംബങ്ങളുണ്ടാവും. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അങ്ങനെ അറിയുന്ന, ആരും അറിയപ്പെടാണ്ട് ഇങ്ങനെ എന്താ പറയുക, ഇതൊക്കെ ഡ്രസ്സ് ഇടണം പക്ഷേ വാങ്ങിക്കാനായിട്ടുള്ളൊരു സാഹചര്യമില്ല, അങ്ങനെ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇതിന് താഴെ ഒരു കമൻ്റ് ഇടുക. നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. താങ്ക് യു.